Today we reach the last section of this module, crown ethers. Crown ethers are macrocyclic polyethers. They are macrocyclic polyethers. എന്താ മാക്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 മെമ്പർ റിംഗ് സിസ്റ്റം ഉള്ള ഈതേഴ്സിനെ പഠിച്ചു അല്ലേ. ദെൻ 4 മെമ്പേഴ്സ് റിങ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ മാക്രോസൈക്ലിക് തന്നെ കുറച്ചുകൂടി വലിയ റിംഗ് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ പോളി ഈതർ? ഒരൊറ്റ ഒ സി ലിങ്കേജ് ആണെങ്കിൽ നമ്മൾ ഇത് വെറും ഈതറാണ്. അങ്ങനെ കുറേ ഒ എന്നുള്ള ലിങ്കേജസ് ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ പോളി ഈതർ എന്ന് പറയുന്നത്. സോ ദ ക്രൗൺ ഈതേഴ്സ് ആർ മാക്രോസൈക്ലിക് പോളി ഈതേഴ്സ് ആൻഡ് ദേ ആർ ലാർജ് റിംഗ് കോമ്പൗണ്ട്സ്. വലിയ റിംഗ് ആയിരിക്കും. ദേ ആർ ലാർജ് റിംഗ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് മെനി കാർബൺ ആറ്റംസ് ആൻഡ് സെവറൽ എത്തറാൾ ഓക്സിജൻ ആറ്റം. എന്താ എത്തറാൾ ഓക്സിജൻ? ഈതറിലുള്ള ഓക്സിജനെയാണ് നമ്മൾ എത്തറാൾ ഓക്സിജൻ എന്ന് പറയുന്നത്. കണ്ടെയ്ൻ മെനി എത്തറാൾ ഓക്സിജൻ, അതുകൊണ്ട് പോളി ഈതർ എന്ന് പറയുന്നത്. So they are large ring compounds containing many carbon atoms and many ethyl oxygen atoms, usually in a regular pattern. ഒരു പാറ്റേൺ ആയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് their structure resembles that of crown. ഒരു ക്രൗണിൻ്റെ സ്ട്രക്ചറാണ് അവർക്കുള്ളത്. So the name crown ethers. So crown ethers are macrocyclic polyethers having many carbon atoms and many ethyl oxygen atoms, and their structure is similar to crown, so the name crown ethers. So crown ethers are macrocyclic polyethers. So these are some of the crown ethers. നോക്കി നോക്കൂ, ഇവരുടെ സ്ട്രക്ചർ ഈസ് സിമിലർ ടു ഒരു ക്രൗണിനെ പോലെയാണ് അല്ലേ. ക്രൗൺ പോലെയല്ലേ ഇവരുടെ സ്ട്രക്ചർ. ആൻഡ് ദേ ആർ മാക്രോസൈക്ലിക്. നോക്കൂ, വലിയ സൈക്കിളുകളാണ്, മാക്രോസൈക്ലിക് ആണ്. ആൻഡ് പോളി ഈതർ നോക്കൂ, കുറേ ഒ ലിങ്കേജ് ഉണ്ട് അല്ലേ. COC ലിങ്കേജസ്. സോ ദേ ആർ മാക്രോസൈക്ലിക് പോളി ഈതേഴ്സ്. ഇനി ഇവർക്ക് നമുക്ക് എങ്ങനെ നെയിമിംഗ് കൊടുക്കുക എന്ന് നോക്കാം. ടു നെയിമിംഗ് കൊടുക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര ഉണ്ട് എന്നതിൽ നോക്കുക. അതാണ് ആദ്യത്തെ നമ്പർ ആക്കിയിട്ട് എഴുതേണ്ടത്. സോ ഇതിൽ എത്ര നമ്പർ ആറ്റംസ് ഉണ്ടെന്ന് നോക്കുക. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഓക്സിജനെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്സിജനെയും കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12. സോ ദർ ആർ 12 ആറ്റംസ്. ആ 12 എന്നുള്ള നമ്പർ നമ്മൾ ആദ്യം എഴുതുക. ദെൻ ഇതൊരു ക്രൗൺ ഈതറാണ്, ക്രൗൺ എന്നെഴുതുക. ഓക്കെ, ദെൻ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് നോക്കുക, അതും എഴുതുക. സോ ദിസ് ഈസ് 12 crown 4. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് 12 crown 4. 12 ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ദെൻ ക്രൗൺ ഈതർ ആണ്, 4 നമ്പർ ഓഫ് ഓക്സിജൻ. ഇനി ഇവിടെ നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 15. നോക്കൂ, 1 2 3 4 5 ഓക്സിജനും ഇത് 1 2 3 4 5 എണ്ണം ഉണ്ട്. അതിൽ ഓരോന്നും കാർബൺ 2 എണ്ണം ഉണ്ട്. 2 10 അല്ലേ, 15. സോ 15 ക്രൗൺ എന്താ വരിക? എത്ര ഓക്സിജൻ ആറ്റാച്ച? 5. 15 crown 5. ദെൻ ഇയാളെ നോക്കൂ, 8 എണ്ണം ഇങ്ങനെയാണ്. ഇതും 1 2 3 4 5 6 എണ്ണം അല്ലേ. 6 2 12, 12 6 18. 18 crown 6. സോ നല്ല രസമാണ് അല്ലേ നെയിമിങ്. 12 crown 4, 15 crown 5, 18 crown 6. സോ ദീസ് ആർ ദ ക്രൗൺ ഈതേഴ്സ്, മാക്രോസൈക്ലിക് പോളി ഈതേഴ്സ് എന്ന് പറയും. ഇനി ചില കോമ്പൗണ്ട് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ബെൻസീൻ റിങ്, ഒരു സൈക്ലോ ഹെക്സൈൻ റിങ് കൊടുക്കുകയാണ് വിചാരിച്ചോളൂ. അപ്പോൾ ഇയാളുടെ പേര് ഡൈ. 2 സൈക്ലോ ഹെക്സാനോ ഗ്രൂപ്പ് ഉണ്ട്. ഡൈ സൈക്ലോ ഹെക്സാനോ 18 crown 6 എന്നാണ് ഇതിൻ്റെ പേര്. എന്താണ്? ഡൈ സൈക്ലോ ഹെക്സാനോ 18 crown 6. ഇനി നോക്കൂ, ഇവിടെ ബെൻസീൻ റിംഗ് ആണ് വിചാരിക്കൂ. അപ്പോൾ ഇതിനെ പറയുക ഡൈ ബെൻസോ 18 crown 6. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഗ്രൂപ്പ് വെച്ചാൽ അത് ആദ്യം എഴുതുക, എന്നിട്ട് അതുപോലെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ ഇതാണ് ഒരു ക്രൗൺ ഈതർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി ഈസ് പ്രിപ്പറേഷൻ, ക്രൗൺ ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ആൻഡ് എ സക്സസ്ഫുൾ പ്രിപ്പറേഷൻ ഓഫ് ക്രൗൺ ഈതർ വാസ് ബൈ Pedersen, Pedersen, Pedersen in 1960.
1967. Okay, and for his work he got Nobel Prize in 1987. So വലിയൊരു റിസർച്ച് വർക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ, പെഡേഴ്സൻ്റെ പ്രിപ്പറേഷൻ ഓഫ് ക്രൗൺ ഈതേഴ്സ്. And in his preparation he performed the reaction between catechol and dichlorodiethyl ether. He used catechol and dichlorodiethyl ether and he prepared നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈബെൻസോ 18 ക്രൗൺ 6 ആണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തത്. നമുക്ക് നോക്കിയോക്കാം കാറ്റക്കോൾ. എന്താ കാറ്റക്കോൾ എന്ന് പറഞ്ഞാൽ? ഇതാരാ പറയൂ, ഇതാരാണ്? ഫിനോൾ അല്ലേ? ഓക്കെ, ദെൻ ഒരു OH ഗ്രൂപ്പും ഉണ്ട് വിചാരിച്ചോളൂ. ഫിനോളിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ പറയുന്നത് കാറ്റക്കോൾ എന്ന് പറയും. ഓക്കെ, തേർഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വരികയാണെങ്കിൽ OH, ഇവിടെയാണ് OH ഗ്രൂപ്പ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റിസോസിനോൾ എന്നാണ് പറയുക. ആൻഡ് ഫോർത്ത് പൊസിഷനിലാണ് OH ഉള്ളത് എങ്കിൽ ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് ഹൈഡ്രോക്വിനോൾ. ഓക്കെ, അറിഞ്ഞിരിക്കണം കേട്ടോ. ഫിനോൾ, കാറ്റക്കോൾ, റിസോസിനോൾ, ഹൈഡ്രോക്വിനോൾ. അപ്പോൾ ആരെയാണ് എടുത്തത്? കാറ്റക്കോളിനെ എടുത്തു. ഓക്കെ, വി ഹാവ് ദ കാറ്റക്കോൾ. നമ്മളിങ്ങനെ വരച്ചു കാറ്റക്കോൾ. ഓക്കെ, നമ്മൾ OHനെ ഇങ്ങനെയാണ് എഴുതിയത് കേട്ടോ. വൺ സെക്കൻഡ്, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് ഇത് തന്നെയാണല്ലോ, സെയിം തന്നെയാണല്ലോ. കാറ്റക്കോൾ ദാറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഏതാണ്? ഡൈക്ലോറോഡൈഇഥൈൽ ഈഥർ. ഡൈക്ലോറോഡൈഇഥൈൽ ഈഥർ എന്താ പറയൂ? CH3 CH2O CH2 CH3 ഇതല്ലേ ഡൈഇഥൈൽ ഈഥർ. ഡൈക്ലോറോ എന്ന് പറയുമ്പോൾ ഇതിലുള്ളൊരു ഹൈഡ്രജനെ മാറ്റി നമ്മൾ അവിടെ ഒരു ക്ലോറിൻ കൊടുത്തു. ഇവിടെയുള്ള ഹൈഡ്രജനെ മാറ്റി നമ്മൾ ഇവിടെ ഒരു ക്ലോറിൻ. ഓക്കെ, സോ ദിസ് ഈസ് ഡൈക്ലോറോ ഡൈഇഥൈൽ. ഇത് ഡൈഇഥൈൽ ഈഥർ. രണ്ട് ഹൈഡ്രജൻ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. ഡൈക്ലോറോ ഡൈഇഥൈൽ ഈഥർ. സോ catechol reacted with dichloro diethyl ether. So according to Pedersen, when catechol is reacted with dichloro diethyl ether under basic condition, first നമ്മൾ ബേസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്, NaOH followed by acidification കൂടി നടത്തി കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ. ആൻഡ് വി ആർ യൂസിങ് ടു മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 2 molecules ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് Hഉം Clഉം ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യും. വേറൊരാൾ, ഓക്കെ, അയാൾ ഇവിടെ വന്നിട്ട് Hഉം Clഉം ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. ഇങ്ങനത്തെ 2 മോളിക്യൂളല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും രണ്ടെണ്ണം എടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെ തല തിരിഞ്ഞ് നിൽക്കുക വിചാരിച്ചോളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ Cl CH2O പിന്നെ ബാക്കിയുള്ള അതാണ് ഇവിടുത്തെ ബെൻസീൻ റിങ്ങുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത ആൾ ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ ഇയാളുമായിട്ടും ഒരാൾ മറ്റേ കാറ്റക്കോളായിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഹാവ് ദ സ്ട്രക്ചർ. ടീച്ചർ നേരത്തെ വരച്ചതുപോലത്തെ സ്ട്രക്ചർ നമുക്ക് കിട്ടും. വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെയാണ് നമ്മളുടെ ബെൻസീൻ റിങ് വരുന്നത്. ഓക്കെ, ബെൻസീൻ റിങ് നമ്മളിങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ ഹിയർ ഈസ് അവർ ബെൻസീൻ. അപ്പോൾ നോക്കൂ, കാറ്റക്കോളിലെ OHഉം പിന്നെ ഇവിടുത്തെ CH2. അപ്പോൾ ഈ Hഉം Clഉം പോയിട്ട് അപ്പോൾ ആ O വന്നു. ഇതാ CH2, ഇതാ ഈ CH2 CH2O CH2O. ദെൻ ഈ CH2 ഈ Cl മറ്റേ ഒരു കാറ്റക്കോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അതാണ് ഇത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇയാളെ പേര് പറയൂ. ബേസിക് ആരാണ്? 18 ക്രൗൺ 6 അല്ലേ? 18 കാർബൺ ആറ്റം 6. ദെൻ രണ്ട് സൈഡിലും ബെൻസീൻ ഉണ്ട്. അപ്പോൾ സോ ബെൻസോ 18 ക്രൗൺ 6. ഇതാണ് ആദ്യത്തെ ഒരു ക്രൗൺ ഈഥർ പ്രിപ്പറേഷൻ ബൈ പെഡേഴ്സൺ. റിയാക്ഷൻ ഓഫ് കാറ്റക്കോൾ വിത്ത് ഡൈക്ലോറോ ഡൈഇഥർ. 2 മോളിക്യൂൾ വീതം ഉപയോഗിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഡൈബെൻസോ
18 crown 6. And there is another preparation, the reaction between triethylene glycol. ethylene glycol എന്താ മക്കളെ? CH2OH CH2OH, അതാണ് ethylene glycol. CH2 ethylene ആണ് അല്ലേ? അപ്പോൾ CH2OH CH2OH, ദാറ്റ് ഈസ് ethylene glycol. അത് 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേര് triethylene glycol. ദാറ്റ് റിയാക്ട് വിത്ത് triethylene, ഇത് തന്നെയാണ്, ഈ എഴുതിയത് തന്നെയാണ് triethylene glycol ടൊസൈലേറ്റ്. എന്താ ടൊസൈലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ടൊസൈലേറ്റ് എന്ന് പറയുക കേട്ടോ. CH3SO3H, ദിസ് ഈസ് ടൊസൈലിക് ആസിഡ്. അപ്പോൾ ഈ ആൽക്കഹോള് ഈ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ എച്ചും ഈ SO3Hത്തെ OHും കമ്പൈൻ ചെയ്ത് വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എസ്റ്റർ കിട്ടുമല്ലോ, അതാണ് ടൊസൈലേറ്റ്. എസ്റ്ററിനെ നമ്മൾ 8 എന്നല്ല എഴുതുക, മീഥൈൽ അസറ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ട്രൈഎഥിലിൻ ഗ്ലൈക്കോളും ടൊസൈലിക് ആസിഡും കമ്പൈൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ എസ്റ്റർ ട്രൈഎഥിലിൻ ഗ്ലൈക്കോൾ ടൊസൈലേറ്റ്, അതാണിത് കേട്ടോ. അപ്പോൾ ട്രൈഎഥിലിൻ ഗ്ലൈക്കോളും ട്രൈഎഥിലിൻ ഗ്ലൈക്കോൾ ടൊസൈലേറ്റും ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ്, TBUOK എന്നാണ് നമ്മൾ എഴുതുക. പൊട്ടാസ്യം ടെർഷ്യറി TBUOK, ടെർഷ്യറി ബ്യൂട്ടോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 18 crown 6 കിട്ടും. സോ ഇതാണ് 2 പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ. ഇത്ര തന്നെ ഉള്ളൂ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് Pedersen's preparation. In 1961 he got Nobel Prize for his work in 1987, and in this reaction 2 molecules of catechol react with 2 molecules of dichloroethyl. First alkalization, then acidification. Okay, then you will get this compound. Okay, another method is by reaction of triethylene glycol with a triethylene glycol tosylate. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 crown 6. ടൊസൈൽ എന്നുള്ള ഗ്രൂപ്പിന് TS ഒക്കെ എഴുതും കേട്ടോ. ഇനി കുറച്ച് PGക്കൊക്കെ നമ്മൾ TS എന്ന് എഴുതും. OTS എന്ന് പറഞ്ഞാൽ വെച്ചാൽ ടൊസൈലേറ്റ് ഗ്രൂപ്പിനാണ് പറയുക. അങ്ങനെ കുറേ ഗ്രൂപ്പുകളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് 18 crown 6. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി പ്രോപ്പർട്ടീസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ക്രൗൺ ഈതേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ക്രൗൺ ഈതേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ജസ്റ്റ് വി ക്യാൻ ഡിസ്കസ്. ഫസ്റ്റ്, ദേ ക്യാൻ ഫോം കോംപ്ലക്സസ് വിത്ത് മെറ്റൽ അയോൺസ്. മെറ്റൽ അയോൺസുമായിട്ട് കോംപ്ലക്സസ് ഫോം ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇത് നോക്കൂ, ദാറ്റ് ഈസ് 12 crown 4 അല്ലേ? അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. ഓക്കെ, സോ ആ ഫ്രീ സ്പേസിലേക്ക് പാകമായ ഒരു മെറ്റലിന് അവിടെ കയറി നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ 12 crown 4 എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് പാകമായിട്ടുള്ള ഒരാളാണ് ലിഥിയം പ്ലസ് അയോൺ. അപ്പോൾ ലിഥിയം പ്ലസ് അയോൺ 12 crown 4നെ കണ്ട ഉടനെ തന്നെ ഇവിടെ കയറിയിരിക്കും. അപ്പോൾ നോക്കൂ, ദിസ് വിൽ crown act as the host and this act as the guest. So this leads to a host-guest relationship. The host holds the guest molecule inside its cavity. So that is this molecule. Okay, എന്നാൽ ഇനി നോക്കൂ, ഇയാളുടെ ഒരു ഏട്ടനാണ് ഇത്, സോഡിയം. ഓക്കെ, 15 crown 5. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ ക്യാവിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാണ് അല്ലേ? അപ്പോൾ അവിടെ കൊള്ളാവാൻ പറ്റാവുന്ന ഒരാളാണ് സോഡിയം പ്ലസ് അയോൺ. സോ സോഡിയം കാണുമ്പോൾ 12 crownൻ്റെ അടുത്തേക്കല്ല പോവുക, നേരെ 15 crown 5ൻ്റെ അടുത്ത് പോയിട്ട് ആ ക്യാവിറ്റിയിൽ കയറി നല്ല ഫിറ്റായിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ എ ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി എന്നതിനെ പറയും. ഓക്കെ, ദാറ്റ് മീൻസ് ഹിയർ ദിസ് മെറ്റൽ ഈസ് റെഡിലി റിസൈഡ്സ് ഇൻ ദി ക്യാവിറ്റി. ഓക്കെ, ഇവിടെ ലിഥിയത്തിന് പറ്റി, ഇവിടെ സോഡിയത്തിന് പറ്റി. അപ്പോൾ ഇവരുടെക്കാളൊക്കെ വലിയ മൂത്ത ഒരാളുണ്ട്, ആരാണ്? 18 crown 6. അപ്പോൾ അതിൻ്റെ ക്യാവിറ്റി കുറച്ചുകൂടി വലുതാണ് അല്ലേ? അതിലേക്ക് സുഖമായി കൊള്ളാവുന്ന ഒരാളാണ് K+, പൊട്ടാസ്യം അയോൺ. ഓക്കെ, സോ പൊട്ടാസ്യം അയോൺ എവിടെ 18 crown 6നെ കണ്ടാലും വേഗം ഇതിൻ്റെ ക്യാവിറ്റി കയറിയിട്ട് സുഖമായി കയറിയിരിക്കും. ഓക്കെ, രണ്ടുപേർക്കും സന്തോഷമാവും. ഓക്കെ, സോ ഹിയർ ദിസ് ക്രൗൺ ഈതർ ആക്ട് ആസ് ഹോസ്റ്റ് ആൻഡ് ദിസ് ആക്ട് ആസ് ഗസ്റ്റ്. സോ ദിസ് ലീഡ്സ് ടു എ ന്യൂ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി പറയും. പുതിയൊരു ബ്രാഞ്ച് തന്നെ തുടങ്ങി. വെറുതെ അല്ല പെഡേഴ്സണ് നോബൽ പ്രൈസ് കിട്ടിയത്, കാരണം ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറി തന്നെയായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ഈതേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ലീഡ്സ് ടു എ ന്യൂ ബ്രാഞ്ച് കോൾഡ് ആസ് ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി.
ഇനി നോക്കൂ, അപ്പോൾ ഇവിടെ വന്ന സോഡിയവും പൊട്ടാസ്യം വന്നാൽ ഇവിടെ വന്നാൽ ഒരു കാര്യമില്ല, ലിഥിയം വന്നാൽ മാത്രമേ ഇവിടെ കയറിയിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെയോ ലിഥിയത്തിനും പൊട്ടാസ്യത്തിനും വന്നിട്ടൊരു കാര്യമില്ല, സോഡിയം മാത്രമേ ഇവിടെ ഫിറ്റായിട്ടുള്ളൂ. ഇവിടെയോ ഇവരോട് രണ്ടുപേരോടും വരണ്ട പറയും, കാരണം K+ ആണ് ഇവിടെ ഫിറ്റായിട്ടുള്ളൂ. സോ ഫോർ ദിസ് റീസൺ ഓൾസോ ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ദിസ് കാറ്റോൺ. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മെറ്റൽ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യുക. കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമാണല്ലോ, അപ്പോൾ അവരുടെ സെപ്പറേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമുക്ക് യൂസിങ് ക്രൗൺ ഈതേഴ്സ് വി ക്യാൻ സെപ്പറേറ്റ് ദിസ് മെറ്റൽസ്. ഓക്കെ, ആൻഡ് യു നോ ദിസ് ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രിയിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് അല്ലേ. സോ ഇത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ ഇൻക്ലൂഷൻ കോമ്പൗണ്ട്സ് എന്നുകൂടി പറയാറുണ്ട്. എന്താണ് ഇൻക്ലൂഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? ക്രൗൺ ഈതേഴ്സ് അട്രാക്ട്സ് മെറ്റൽ അയോൺസ് ഇൻ ദെയർ ക്യാവിറ്റി ആൻഡ് ദേ ഹോൾഡ്സ് ദ മെറ്റൽ അയോൺ അറ്റ് ദെയർ സെൻറ്റർ ആൻഡ് ദിസ് ഈസ് ടേംഡ് ആസ് ദി ഇൻക്ലൂഷൻ കോമ്പൗണ്ട്സ്. എക്സാമ്പിൾ പറയുക, 12 ക്രൗൺ 4ന് ഫിറ്റായിട്ടുള്ളത് ലിഥിയമാണ്, ഇത് സോഡിയത്തിന് ഫിറ്റായിട്ടുള്ള ആളാണ്, ഇത് പൊട്ടാസ്യത്തിന് ഫിറ്റായ. സോ ദിസ് ലീഡ്സ് ടു എ ന്യൂ ബ്രാഞ്ച് ടേംഡ് ആസ് ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി ആൻഡ് ഇറ്റ് ഈസ് ഹൈലി എഫിഷ്യൻറ്റ് ഇൻ ദ കേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദിസ് മെറ്റൽ. നമുക്ക് നമ്മുടെ മിക്സറിൽ ലിഥിയം സോഡിയം പൊട്ടാസ്യം ഒക്കെ ഉണ്ട് വിചാരിച്ചോളൂ, അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ക്രൗൺ ഈതറിനെ ആഡ് ചെയ്ത് അയാളെ മാത്രം നമുക്ക് ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. വേറൊരു മെത്തേഡ് വെച്ചിട്ടും അത്ര പെട്ടെന്ന് നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് forming complexes or inclusion compounds, inclusion complexes with the metal ions. Next important application of crown ethers are they can act as phase transfer catalyst. എന്താ നമുക്ക് ഈ ഫേസ് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം. നമുക്ക് സപ്പോസ് വി ഹാവ് ആൻ ഓർഗാനിക് റിയേജൻറ്റ്, നമുക്കൊരു ഓർഗാനിക് റിയേജൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുകയാണ്. ഓക്സിഡേഷൻ നടത്തുമ്പോൾ നല്ല പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻസ് ഒക്കെ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ KMnO4. ഓക്കെ, സോ നമ്മൾ ഡബിൾ ബോണ്ടഡ് ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കഹോൾസ് അതിനൊക്കെ ഓക്സിഡൈസ് ചെയ്യാൻ നമ്മൾ KMnO4 ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് യുനോ ഇവരെന്ന് പറഞ്ഞു വെച്ചാൽ ഓർഗാനിക്കാണ്, KMnO4 എന്ന് പറയുന്നത് ഒരു ഇനോർഗാനിക്കുമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഇനോർഗാനിക് സബ്സ്റ്റൻ്റ് ആഡ് ചെയ്താൽ ഓർഗാനിക്കും ഇനോർഗാനിക്കും തമ്മിൽ മിക്സ് ആവില്ല അല്ലേ. സോ വാട്ട് വിൽ ഹാപ്പൻ, അവരിങ്ങനെ രണ്ട് ഫേസ് ആയിട്ട് കിടക്കും. ഒരു പ്യുവർ മിക്സിങ് നടക്കാത്തത് കാരണം രണ്ട് എല്ലാ ഓർഗാനിക്കും ഇനോർഗാനിക്കും മിക്സ് ആവില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം വാട്ടറിൽ ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും അല്ലേ. ഷുഗർ ഒരു ഓർഗാനിക്കാണ്, വാട്ടർ ഒരു ഇനോർഗാനിക് മെറ്റീരിയൽ പോലെയാണ്. അപ്പോൾ എല്ലാ ഓർഗാനിക്കും ഇനോർഗാനിക്കും മിക്സ് ആവില്ല എന്ന് ചിന്തിക്കരുത്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് they will not mix each other and they can create a separate phase. ഓർഗാനിക് ലെയർ ഇവിടെ നിൽക്കും, ഈ ഇനോർഗാനിക് ലെയർ വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഓർഗാനിക്കിലേക്ക് നമ്മൾ കുറച്ച് KMnO4 ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ സ്മോൾ എമൗണ്ട്സ് ഒരു ക്രൗൺ ഈതർ ആഡ് ചെയ്യുക. ഓക്കെ, ഏത് ക്രൗൺ ഈതർ ആയിരിക്കും ആഡ് ചെയ്യാൻ നല്ലത്? പൊട്ടാസ്യം ആയതുകൊണ്ട് നമ്മൾ ഏത് ആഡ് ചെയ്യണം? 18 ക്രൗൺ 6 ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ക്രൗൺ ഈതർ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് അല്ലേ, അത് നമ്മൾ ഓർഗാനിക് ഫേസിലാണ് കിടക്കുന്നത്. പക്ഷേ ക്രൗൺ ഈതറിനെ കാണുമ്പോൾ ഈ K+ മെല്ലെ ഇവിടുന്ന് MnO4 വിട്ടിട്ട് ഈ ക്രൗൺ ഈതറിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ക്യാവിറ്റി കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, അതിൻ്റെ അർത്ഥം ഈ ക്രൗൺ ഈതർ ഈ ഇനോർഗാനിക് ഫേസിലേക്ക് ഒരു ബ്രിഡ്ജ് ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ സോ ദാറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക്. അപ്പോൾ നമുക്കതൊരു നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർ മിക്സിങ് പോലെയാണ്. കാരണം ക്രൗൺ ഈതറിൻ്റെ ആ ബാക്കി പാർട്ട്, ഈ ഓർഗാനിക് പാർട്ട് ഓർഗാനിക് ലെയറിൽ കിടക്കുന്നു, മറ്റേത് ഇങ്ങനെ തള്ളിയിട്ട് ഇനോർഗാനിക് പാർട്ടിലേക്കും കിടക്കുന്നു. അപ്പോൾ നല്ലൊരു മിക്സിങ് നടക്കുന്നത് കാരണം എന്ത് സംഭവിക്കുന്നു? നല്ല ആക്ഷൻ കിട്ടിയിട്ട് പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ്. That is a reaction between aqueous KMnO4 and organic substrate can be accelerated by adding small amounts of crown ether. Corresponding crown ether ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് ട്രാൻസ്ഫർ നടത്താൻ പറ്റും. അതാണ് വളരെ application, that is found application in the oxidation of olefin, alcohols etc. by KMnO4. Okay. So next application is resolution of racemic mixture. എന്താ റൈസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ ദാറ്റ് കണ്ടെയ്ൻ D and L ഫോംസ് രണ്ടും ഉള്ളതാണ് റൈസമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സാണ് റെസൊല്യൂഷൻ ഓഫ് റൈസമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. സോ ക്രൗൺ ഈതർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദാറ്റ്. ഓക്കെ, ദെൻ ദ ഫോർത്ത് that can form complexes with the phenol.
Now the fourth application is they can form complexes with phenol and amine. ഫിനോളും അമീനും ആയിട്ട് അത് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. ദെൻ ഒരു ഫിഫ്ത്ത് അപ്ലിക്കേഷൻ ആണ് കൺസിഡർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദിസ് റിയേജൻ ആൻഡ് കെ എഫ്. നോക്കൂ, ഇവിടെ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയുള്ള ബ്രോമിനെ മാറ്റിയിട്ട് അവിടെ ഫ്ലൂറിന് കയറിയിരിക്കുക അല്ലേ. ഓക്കെ, പക്ഷേ കെ എഫ് ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്, ഫ്ലൂറിന് ഇവിടെ നിന്ന് പോകാൻ മടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വല്പം ക്രൗണീതർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗണീതറിനെ കണ്ട ഉടനെ കെ അങ്ങോട്ടേക്ക് പോകും, കെ പ്ലസ്. കാരണം എന്താണ്, ഇപ്പോൾ സുഖമായിട്ട് ഇരിക്കാനുള്ളൊരു സീറ്റ് ഉണ്ട് അല്ലേ. ഏത് ക്രൗണാ പറയൂ, ഇത് 18 ക്രൗൺ അല്ലേ. അപ്പോൾ കെ പ്ലസ് പോയാൽ എഫ് മൈനസ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. അപ്പോഴാണ് വേഗം ഇവിടെ ചെന്നിട്ട് ബ്രോമിനോട് പോയിക്കോളാൻ പറയും, കാരണം ഫ്ലൂറിൻ സ്ട്രോങ് ആണ് ബ്രോമിനേക്കാൾ. സോ വി വിൽ ഗെറ്റ് C6H5CH2F കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്രൗൺ ഈതർ ഇല്ല എങ്കിൽ ഈ റിയാക്ഷൻ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. ക്രൗൺ ഈതറിൻ്റെ പ്രസൻസിൽ നല്ല ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കും. കാരണം മനസ്സിലായില്ലേ, ഈ കെ എഫ് പെട്ടെന്ന് അയനൈസ് ചെയ്ത് കെ പ്ലസും എഫ് മൈനസ് ആവും, കാരണം കെ പ്ലസിന് ഇവിടെ സ്ഥലം കിട്ടി. ദെൻ ഈ റിയാക്ഷൻ നല്ല ഏബിളായി നടക്കും. അതുപോലെ തന്നെയാണ് ഇത് വേറൊരു റിയാക്ഷൻ C6H5COCl. അത് അസൈൽ ക്ലോറൈഡ് ആണ്. അത് കെ എഫ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ CH3COF കിട്ടും. അപ്പോൾ ഈ റിയാക്ഷനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്ത് എഴുതിയത്, ഓ ശരി, C6H5 എന്ന് പറഞ്ഞു വെച്ചാൽ ഫിനൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പേര് ബെൻസൈൽ ബ്രോമൈഡ് എന്നാണ്. C6H5CH2 എന്ന് പറയുന്നത് ബെൻസൈൽ ഗ്രൂപ്പാണ്. ഇത് ഫിനൈൽ ഗ്രൂപ്പ്, ഇത് ബെൻസൈൽ ഗ്രൂപ്പ്, മറക്കരുത് കേട്ടോ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻസ്. ഒന്നാമത്തത് ഫോം ഇൻക്ലൂഷൻ കോംപ്ലക്സ്, ദെൻ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ദെൻ റെസൊല്യൂഷൻ ഓഫ് റാസമിക് മിക്സ്ചറിൽ നമുക്കിതിനെ ഉപയോഗിക്കാം, ഫിനോൾ അമീൻ കോംപ്ലക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ദെൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ക്രൗൺ ഈതർ ആഡ് ചെയ്താൽ സാധിക്കും.